നമസ്കാരം. കോൺഗ്രസിലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ ഐ ഗ്രൂപ്പിന്റെ ശക്തനായ വക്താവായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ. ലീഡർ കെ കരുണാകരന്റെ വിശ്വസ്തനായ അനുയായി. ഇപ്പോൾ ലീഡറുടെ മക്കളുമായി കൊമ്പുകോർക്കുകയാണ് ഉണ്ണിത്താൻ. പത്മജ വേണുഗോപാൽ BJP-യിൽ എത്തിയതിന് പിന്നാലെ അതിരൂക്ഷമായ പ്രതികരണമാണ് ഉണ്ണിത്താൻ നടത്തിയത്. ഉണ്ണിത്താനും BJP-യിൽ ചേക്കേറുമെന്ന പത്മജയുടെ പ്രസ്താവനയായിരുന്നു ഉണ്ണിത്താനെ ചൊടിപ്പിച്ചത്. എന്റെ അച്ഛൻ കെ കരുണാകരനല്ല, മരിക്കും വരെ ഞാൻ കോൺഗ്രസ്സുകാരനായിരിക്കും. പത്മജ എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത്. രാജ്മോഹൻ ഉണ്ണിത്താൻ തുറന്നു പറയാൻ തുടങ്ങിയാൽ പത്മജ പുറത്തിറങ്ങി നടക്കില്ല. 1973 മുതലുള്ള ചരിത്രം താൻ വിളിച്ചു പറയും. ആ ചരിത്രമൊക്കെ നന്നായിട്ട് അറിയുന്ന ആളാണ് താനെന്നും എന്നിങ്ങനെ അതിരൂക്ഷമായ പ്രതികരണമാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ നടത്തിയത്. കെ കരുണാകരനും മകൻ കെ മുരളീധരനുമെതിരെ പരസ്യ പ്രതികരണവുമായി വീണ്ടും എത്തിയിരിക്കുകയാണ് ഉണ്ണിത്താൻ. ഒരു ഓൺലൈൻ ചാനലിലൂടെയാണ് ഉണ്ണിത്താന്റെ തുറന്നു പറച്ചിൽ. ലീഡർക്ക് മകനെ വളർത്താനുള്ള ഏണിപ്പടി മാത്രമായിരുന്നു താനെന്നാണ് ഉണ്ണിത്താന്റെ വിമർശനം. കെ കരുണാകരൻ രാഷ്ട്രീയത്തിലെ കുലപതിയും ചാണക്യനും എന്നൊക്കെയായിരുന്നു. എന്നാൽ കരുണാകരന് അദ്ദേഹത്തിന്റെ മകനെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവരാൻ ഉണ്ണിത്താന്റെ സേവനം വേണമായിരുന്നു. അത് കേരളത്തിൽ എല്ലാവർക്കും അറിയാമെന്നും ഉണ്ണിത്താൻ പറയുന്നു. മുരളീധരന്റെ ഭാവി പോലും ഇപ്പോൾ ഒട്ടും സുരക്ഷിതമല്ല. മുരളീധരൻ കരുണാകരനെയും കൊണ്ട് കോൺഗ്രസിൽ നിന്ന് പുറത്തുപോയി DIC രൂപീകരിച്ചു. കോൺഗ്രസിലേക്ക് കരുണാകരൻ തിരിച്ചു വന്ന ശേഷം കുറെ കാലം കഴിഞ്ഞാണ് മുരളീധരൻ മടങ്ങി വന്നത്. തിരിച്ചു വന്നപ്പോൾ രമേശ് ചെന്നിത്തലയായിരുന്നു KPCC പ്രസിഡന്റ്. എല്ലാവരും മുരളീധരന്റെ വരവിനെ എതിർത്തു. അന്ന് മുരളീധരൻ പറഞ്ഞത് എനിക്ക് 3 രൂപയുടെ മെമ്പർഷിപ്പ് മാത്രം എന്നാണ് ഉണ്ണിത്താൻ പറയുന്നത്. കോൺഗ്രസിലെ ഭാഗ്യമില്ലാത്തയാളാണ് താനെന്നും ഉണ്ണിത്താൻ പറയുന്നുണ്ട്. നേരത്തെ തന്നെ MLA-യോ MP-യോ കേന്ദ്രമന്ത്രിയോ ആകേണ്ട ആളായിരുന്നുവെന്നും മറ്റുള്ളവർക്ക് കിട്ടിയ അവസരം തനിക്ക് കിട്ടിയില്ലെന്നും താൻ ആരുടെയും പെട്ടി പിടിച്ചിട്ടില്ല, പാദസേവയും ചെയ്തിട്ടില്ല എന്നും ഉണ്ണിത്താൻ തുറന്നു പറയുകയാണ്. 20ഓളം മലയാള സിനിമകളിൽ താൻ അഭിനയിച്ചിട്ടുണ്ട്. സിനിമയിൽ ഉള്ളതിനേക്കാൾ നല്ല അഭിനേതാക്കൾ രാഷ്ട്രീയത്തിലുമുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. അവർ ഏത് വേഷവും കെട്ടും. രാഷ്ട്രീയം ഒരു ചെകുത്താന്റെ അവസാന അഭയകേന്ദ്രം എന്ന് പറയുന്നത് പോലെ രാഷ്ട്രീയത്തിൽ തൊലിക്കട്ടിയുള്ളവർക്ക് എന്തുമാകാം, എനിക്കത് ഇല്ലാതെ പോയതാകും പ്രശ്നമെന്നും അദ്ദേഹം പറയുന്നു. ഞാൻ കുലദൈവങ്ങളിൽ വിശ്വസിക്കുന്നയാളാണ്. ആരെയും ഭയമില്ല, കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയും. കഴിഞ്ഞ കുറെ കാലമായി കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ എന്റെ രാഷ്ട്രീയ വളർച്ചയെ തടയാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും എന്നാൽ സ്വന്തമായ അധ്വാനം കൊണ്ടും ചിലരുടെ സഹായം കൊണ്ടുമാണ് ഇവിടെ വരെ എത്തി നിൽക്കുന്നതെന്നും ഉണ്ണിത്താൻ പറയുന്നു.